ഹായ് ഫ്രണ്ട്സ്, നമുക്കൊന്നൊരു ചിക്കൻ കറി ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ചിക്കൻ, പിന്നെ കറിവേപ്പില, ചുവന്നുള്ളി ചതച്ചത് കുറച്ച്, പിന്നെ കാച്ചണ മുളകുണ്ടല്ലോ, വറ്റൽമുളക്, അത് ഇതേപോലെ ക്രഷ് ചെയ്തെടുത്തത് കേട്ടോ. ഇതൊക്കെയാണ് വേണ്ട ഐറ്റംസ്. പിന്നെ നമുക്കൊരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചാൽ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഉള്ളി ചതച്ചതുണ്ടല്ലോ അതും, പിന്നെ മുളക് എടുത്ത് വെച്ചിട്ടില്ലേ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. അത് നന്നായിട്ട് മൂപ്പിച്ച് നമ്മൾ കൂട്ടാനൊക്കെ കാച്ചില്ലേ ആ പാകത്തിൽ ഒന്നായി വരുമ്പോൾ, അത്രയ്ക്ക് മൂത്തില്ലെങ്കിലും ഇതൊക്കെ ഏകദേശം ഒരു ഇതിലേക്ക് ആയിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം കേട്ടോ. പിന്നെ ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റണതാണ്. നമുക്ക് ഇപ്പോൾ വീട്ടിൽ എപ്പോഴും നമ്മൾ ഒരേപോലെ ഉണ്ടാക്കാണ്ട് ഒന്ന് വെറൈറ്റി ഒക്കെ ആക്കി ഉണ്ടാക്കി നോക്കാനായിട്ട് പറ്റിയൊരു റെസിപ്പി കേട്ടോ. വേഗം ഉണ്ടാക്കി കഴിയുകയും ചെയ്യും. അത് പിന്നെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. അത് ഫസ്റ്റ് കാണിക്കാൻ വിട്ടുപോയതാട്ടോ. പെട്ടെന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ച് നമുക്ക് കുറച്ച് ഉപ്പും ചേർത്തിട്ട് അടച്ച് വെച്ച് വേവിക്കണം. ഇപ്പം നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. അത് കുറച്ച് നേരം കഴിയുമ്പോൾ ഇത്തിരി വെള്ളമൊക്കെ ഇറങ്ങും. അപ്പോൾ ആ ഒരു വെള്ളത്തിൻ്റെ അളവ് നോക്കിയിട്ട് നമ്മൾ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്കത് വീണ്ടും അടച്ച് വെച്ചിട്ട് നന്നായിട്ട് വറ്റിച്ചെടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ളായിട്ട് വെള്ളം അങ്ങ് ഡ്രൈ ആക്കി കളയുക. ഈ ഒരു പാകത്തിലാക്കി എടുക്കുക. അതിലേക്ക് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡിയായി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ.